ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശസമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. ഇതിഹാസത്തിൻ്റെ മഹത്തായ നിർവചനമാണിത്. ഭാരതത്തിൻ്റെ ഇതിഹാസ സങ്കല്പം പാശ്ചാത്യ ഇതിഹാസ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ധർമ്മചിന്തയുടെ ആഴമെന്താണെന്ന് ബോധ്യപ്പെടുത്തിയ നമ്മുടെ ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും ആദികവിയുടെയും വേദവ്യാസ മഹർഷിയുടെയും ഉജ്ജ്വലമായ ഭാവനാലോകത്തിൻ്റെ മഹത്തായ സൃഷ്ടികൾ, ചരിത്രത്തിൻ്റെ അതിസൂക്ഷ്മമായ ധ്വനികൾ ഏറ്റുവാങ്ങിയ രണ്ട് മഹത്തായ ക്ലാസിക്കുകൾ. ഇവയിൽ മഹാഭാരതം പലതുകൊണ്ടും ശ്രദ്ധേയമാണ്. കഥകളും ഉപകഥകളും നിറഞ്ഞ മഹാഭാരതത്തിൻ്റെ അതിസങ്കീർണമായ ലോകം ഇന്നും ആദരവോടെ ലോകം നോക്കിക്കാണുന്നു. മഹാഭാരതത്തിൻ്റെ അക്ഷയമായ ലോകത്തിലൂടെ സഞ്ചരിച്ച അനേകം എഴുത്തുകാർ നമുക്കുണ്ട്. ആ പരമ്പര തുടരുകയാണ്. സമീപകാലത്ത് ഞാൻ വായിച്ച മികച്ച ഒരു നോവൽ മഹാഭാരതത്തിൻ്റെ അതിവിസ്തൃതമായ ലോകത്തിലൂടെ സഞ്ചരിച്ച അനുഭവം ഏറ്റവും കലാത്മകമായി അതീവ സുന്ദരമായി നമുക്ക് മുമ്പാകെ ആവിഷ്കരിക്കുന്നു. ആ പുസ്തകമാണ് രാജസം. കൈലാസ് നാരായണൻ രചിച്ച രാജസം എന്ന നോവൽ. പരിധി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ നോവലിൻ്റെ വായന എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട അനുഭവമായിരുന്നു. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, നോവലിസ്റ്റ് എന്ന നിലയിൽ, ചെറുകഥാകൃത്ത് എന്ന നിലയിൽ വളരെയേറെ തഴക്കം വന്നിട്ടുള്ള ഒരാളാണ് കൈലാസ് നാരായണൻ. അനന്തരം, തുരുത്ത്, ഓർമ്മകളുടെ കൂട്ടിരിപ്പ് എന്നീ 3 നോവലുകൾ, ആനുകാലികങ്ങളിൽ വെളിച്ചം കണ്ട ചില ചെറുകഥകൾ, കൈലാസ് നാരായണൻ്റെ രചനാജീവിതത്തെ ഇങ്ങനെ നമുക്ക് സംക്ഷേപിക്കാം. രാജസം എന്ന ഈ നോവൽ താൻ എഴുതാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ആമുഖം വായിക്കുമ്പോൾ വായനക്കാർ മുൻകൂട്ടി മനസ്സിലാക്കുന്നുമുണ്ട്. നമുക്കറിയാം, മഹാഭാരതത്തിൽ എത്രയെത്ര കഥാപാത്രങ്ങളാണുള്ളത്. ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ വ്യക്തിത്വ ശോഭയുണ്ട്. നായകൻ, പ്രതിനായകൻ എന്നിങ്ങനെ പാശ്ചാത്യര് വ്യവച്ഛേദിച്ച് പറയുന്ന സങ്കല്പനങ്ങളിൽ നിന്ന് അമ്പേ വ്യത്യസ്തമാണ് വാസ്തവത്തിൽ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ. മഹാഭാരതത്തിലെ നായകൻ ആരാണ് എന്ന ചോദ്യത്തിന് മഹാഭാരതം സൂക്ഷ്മമായി വായിച്ചവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ശ്രീകൃഷ്ണൻ എന്ന് തന്നെയാണ്. ഈ നോവലിലെ മുഖ്യ കഥാപാത്രം അശ്വത്ഥാമാവാണ്. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ജീവിതത്തിൽ എന്നും തിരിച്ചടികൾ മാത്രം നേരിട്ട, ലോകത്തിൻ്റെ ശാപോജസ്സുകൾ എന്നും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട, പകയുടെ നിത്യപ്രതീകമായ അശ്വത്ഥാമാവ് മാനവ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രതികാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ പ്രാപിച്ച കഥാപാത്രമായി അശ്വത്ഥാമാവ് നിറഞ്ഞു നിൽക്കുന്നു. ഈ നോവലിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത, നാം ഇതുവരെ വേണ്ട വിധം വിലയിരുത്താതെ പോയ അശ്വത്ഥാമാവിൻ്റെ ജീവിതത്തിലേക്ക് മഹാഭാരതത്തിൻ്റെ എല്ലാ സൂക്ഷ്മതകളെയും ആവാഹിച്ചുകൊണ്ട് രാജസം എന്ന നോവലിലൂടെ കൈലാസ് നാരായണൻ കടന്നു ചെല്ലുകയാണ്. അശ്വത്ഥാമാവിൻ്റെ ബാല്യകാലം, അദ്ദേഹം അനുഭവിച്ച അവഹേളനത്തിൻ്റെ, തമസ്കരണത്തിൻ്റെ, തിരസ്കാരത്തിൻ്റെ കണ്ണീരുപ്പ് നിറഞ്ഞ കഥകൾ. പിന്നീട് അശ്വത്ഥാമാവ് വളർന്ന് ദ്രോണപുത്രൻ എന്ന നിലയെ കവിഞ്ഞുകൊണ്ട് തൻ്റേതായ വ്യക്തിത്വ ശോഭയോടെ മുന്നോട്ട് സഞ്ചരിക്കുന്നതും, ജീവിതത്തിൻ്റെ മഹാസംഘർഷങ്ങളിൽ പെട്ടുഴലുന്നതും, മഹാഭാരത യുദ്ധത്തിൽ നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെ അങ്ങേയറ്റം ഹിംസാത്മകതയോടെ കടന്നു വരികയും ചെയ്യുന്നത് ഈ നോവൽ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. വേദവ്യാസ ദർശനത്തെ
തകിടം മറിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല ഈ നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. വേദവ്യാസ ചിന്തയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ, മഹാഭാരതത്തെ കമ്പോട് കമ്പ് വിലയിരുത്തിക്കൊണ്ട് തന്നെ, മഹാഭാരത കേന്ദ്രിതമായിട്ടുള്ള നിരവധിയായ നോവലുകളുടെ ആഖ്യാന ഘടനയെ സൂക്ഷ്മമായി പിന്തുടർന്നുകൊണ്ട് തന്നെ പുതിയൊരു ചാല് വെട്ടിക്കീറുകയാണ് കൈലാസ് നാരായണൻ. നമുക്കറിയാം, VS ഖണ്ഡേക്കറുടെ യയാതി, ശിവജി സാവന്തിൻ്റെ കർണൻ, MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം, VT നന്ദകുമാറിൻ്റെ എൻ്റെ കർണൻ, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, എത്രയെത്ര നോവലുകളാണ് മഹാഭാരത കേന്ദ്രിതമായിട്ട് നമ്മുടെ ഭാഷയിലും അന്യഭാഷകളിലും ഉണ്ടായിട്ടുള്ളത്. ആ നോവലുകളൊക്കെ ജനപ്രിയമായിരുന്നു. എന്തുകൊണ്ട് ജനപ്രിയമായി എന്ന് ചോദിച്ചാൽ, വ്യത്യസ്തമായ വഴികളിലൂടെ വിവിധങ്ങളായ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ കോർത്തിണക്കിക്കൊണ്ട് നോവൽ എഴുതാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ നോവലിൽ കർണനും ദ്രോണരും ദുര്യോധനും ഭീഷ്മരും ധൃതരാഷ്ട്രരും വിതുരരും വ്യാസനും ശ്രീകൃഷ്ണനും ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിലും മുഖ്യമായ സഞ്ചാരഗതി അശ്വത്ഥാമാവിൻ്റേതാണ്. 46 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അശ്വത്ഥാമാവിൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. കഥ തുടങ്ങുന്നത് അശ്വത്ഥാമാവിലാണ്. കഥ വിവിധ പടവുകൾ കയറി 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 അവസാനിക്കുന്നതും അശ്വത്ഥാമാവിൻ്റെ ജീവിതത്തിലാണ്. അങ്ങനെ ഒരു വൃത്തം പൂർണ്ണമാകുന്നു. സങ്കീർണമായ, ഏറ്റവും സുശക്തമായ ആ വൃത്തപൂർത്തീകരണത്തിലൂടെ വിവിധ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് തന്നെ വൈവിധ്യവും വ്യത്യാസവും ഉണ്ടാവുന്നു എന്നതാണ് സത്യം. എന്താണ് ധർമ്മയുദ്ധം എന്ന ചോദ്യത്തിന് ഈ നോവൽ തൻ്റേതായ ഉത്തരം നൽകുന്നുണ്ട്. ഇതിഹാസത്തിൻ്റെ ദാർശനിക ലോകത്തിലേക്ക്, അതിൻ്റെ അസമാനമായ പരിവേഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഭാഷയാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. നോവൽ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക. നേരം മധ്യാഹ്നമായില്ല, സൂര്യൻ ആകാശത്തിൽ കത്തിജ്വലിക്കുകയാണ്. നേരം പുലർന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് അതികഠിനമായ ചൂട്. സൂര്യമണ്ഡലം താഴേക്ക് ഇറങ്ങി വരികയാണോ എന്ന് തോന്നിപ്പോകുന്നു. മഴമേഘങ്ങൾ നീന്തിത്തുടിക്കുന്ന ആഷാഢമാസത്തിൽ ഇത്തരമൊരു സൂര്യതാപം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. സൂര്യഗോളം ആകാശമണ്ഡലം ഭേദിച്ച് താഴേക്കിറങ്ങി വരും. നക്ഷത്രഗോളങ്ങൾ തമ്മിലടിച്ച് അഗ്നിഗോളങ്ങളായി ഭൂമിയിലേക്ക് പതിക്കും. സപ്തസാഗരങ്ങൾ ഒന്നായി ചേർന്ന് ഭൂമിയാകെ മൂടും. കൽപ്പാന്തം എന്നിങ്ങനെ നോവൽ തുടങ്ങുന്നു. സത്യത്തിൽ ഈ നോവൽ വായിച്ചപ്പോൾ CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി എന്ന വിശ്രുത നാടകത്തിൻ്റെ ഭാഷ എനിക്ക് ഓർമ്മയിൽ വന്നു. ഇതിഹാസത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിഹാസദീപ്തിയാർന്ന എപ്പിക് ശൈലിയുള്ള ഭാഷ കടന്നു വരിക സ്വാഭാവികമാണ്. നോവൽ അവസാനിക്കുന്നതും ശ്രദ്ധിക്കുക. എത്രയോ അധികം ശിരസ്സുകൾ ശിബിരത്തിൻ്റെ മുന്നിലായി നിരന്നു കിടക്കുന്നു. ഉരുണ്ട് വീണ് കിടക്കുന്ന ശിരസ്സുകൾക്ക് മീതെ കാലുകൾ കവച്ചു വെച്ച് നടന്നപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ചിന്തകൾ ജീവിതത്തിൻ്റെ മറ്റൊരു ശാന്തി തീരം തേടി. ജന്മകർമ്മങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് പോരൂ, ഋഷികളോട് ചേർന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വ്യാസമുനിയുടെ വാക്കുകൾ അശ്വത്ഥാമാവിൻ്റെ കാതിൽ മുഴങ്ങി. സരസ്വതീ നദിയുടെ തീരത്തിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അശ്വത്ഥാമാവ് ചിന്തിച്ചു, ഭഗീരഥീക ഛത്രത്തിലേക്ക് ഇനി എത്ര ദൂരം. ഇങ്ങനെ ഈ നോവൽ അവസാനിക്കുമ്പോൾ രാജസം എന്ന നോവൽ മലയാള നോവലിന് പുതിയ ഉണർവും ഉന്മേഷവും നൽകുന്നു. പുതിയ പതിപ്പിറക്കുമ്പോൾ അക്ഷരത്തെറ്റുകൾ കൂടി ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന അഭിപ്രായത്തോട് ഞാൻ ഈ നോവലിനെ കുറിച്ചുള്ള ചിന്തകൾ പങ്കുവെക്കുന്നു. നമസ്കാരം. ഇനി ആനുകാലികങ്ങളിലേക്ക് പ്രവേശിക്കാം.